ഹിജ്റ 8-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10,000-കണക്കിന് സ്വഹാബത്തിനെയും കൂട്ടിയിട്ട് കഅബയിലേക്ക് കടന്നു വരികയാണ്. മക്ക ഫത്ഹായി. ആ സമയത്ത് ഒരുപാട് സ്വഹാബത്തിനെയും കൂട്ടിയിട്ട് മുത്തുനബി തങ്ങൾ കഅബാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ പരിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്ത് ഹബീബായ തങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ പരിസരത്തുണ്ട് ഫലാലത്ത് ബിൻ ഉമൈർ ലൈസി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി കഅബയുടെ പരിസരത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം? ഖത്ലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വകവരുത്തണം, വധിക്കണമെന്ന ചിന്തയുമായി, ആ ഓർമ്മയുമായി കൊണ്ട് അതിന് തയ്യാറായിക്കൊണ്ട് ഫലാലത്ത് ബിൻ ഉമൈർ ലൈസി എന്ന് പറയുന്ന വ്യക്തി കഅബയുടെ പരിസരത്ത് ഇങ്ങനെ നിൽക്കുക. വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം യതൂഫു ബിൽ ബൈത്ത്, അല്ലാഹുവിന്റെ ഹബീബ് കഅബാലയത്തിന് തവാഫ് ചെയ്യുന്നു. അതിന്റെ ഒരു ഭാഗത്ത് ഈ ഫലാലയും ഇങ്ങനെ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചിന്തയും അദ്ദേഹത്തിന്റെ ഗൂഢതന്ത്രവും എന്താണ്? അല്ലാഹുവിന്റെ ഹബീബിനെ ഏതെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് വകവരുത്തണം. ഈ ചിന്തയോടുകൂടെ ഫലാല നിൽക്കുന്ന സമയത്ത് ഫലമ്മാ ദനാ മിൻഹു, അല്ലാഹുവിന്റെ ഹബീബ് ആ വ്യക്തിയുടെ സമീപത്തേക്ക് എത്തിയപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ ഹബീബ് ആ ഫലാലയോട് ചോദിക്കുകയാണ്, ആ ഫലാല, ഈ നിൽക്കുന്നത് ഫലാലയല്ലേ എന്ന് ഹബീബായ തങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. നബി തങ്ങൾ കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഇവനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, ഫലാലയല്ലേ? ഖാല നഅം ഫലാല. ഫലാല പറഞ്ഞു, അതെ, ഞാൻ ഫലാല തന്നെയാണ്, ഞാൻ ഫലാല ബിൻ ഉമൈർ ലൈസി തന്നെയാണ് നബിയേ എന്ന് ആ വ്യക്തി ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ചോദിക്കുന്നു, മാദാ കുന്ത തുഹദ്ദിസു ബിഹി നഫ്സക, നീ എന്താണ് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? നീ മനസ്സുകൊണ്ട് ഇങ്ങനെ മന്ത്രിച്ച് ചിന്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ആ വ്യക്തിയോട് ചോദിച്ചപ്പോൾ ഫലാല പറഞ്ഞു, ലാ ഷൈ, ഒന്നുമില്ല നബിയേ, കുന്തു അദ്കുറുല്ലാഹ അസ്സ വജല്ല, ഞാൻ ഈ കഅബയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുകയാണ്, അല്ലാഹുവിനെ ഞാൻ ഓർക്കുകയാണ് എന്ന് ഫലാലങ്ങ് പറഞ്ഞപ്പോ ഫളഹിക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ ഹബീബ് അവന്റെ മറുപടി കേട്ടപ്പോൾ പുഞ്ചിരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന്റെ വർത്തമാനം കേട്ടപ്പോൾ പുഞ്ചിരിച്ചു. സുമ്മ ഖാല ഇസ്തഗ്ഫിരില്ലാ, എന്നിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു, ഓ ഫലാല, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ പറഞ്ഞോ, നിന്റെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് എനിക്ക് അറിയാം, അത് നബി തങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഫലാലക്ക് ഒറ്റടിക്ക് തന്നെ ഓർമ്മ വരികയാണ്. സുമ്മ വളഅ യദഹു അലാ സദ്രിഹി, അല്ലാഹുവിന്റെ ഹബീബ് ഫലാലയുടെ നെഞ്ചിലേക്ക് തന്റെ ശറഫാക്കപ്പെട്ട കയ്യങ്ങ് വെച്ചപ്പോൾ ഫസകന ഖൽബുഹു, ഏതാണ് ആ കൈ? നമുക്കറിയാമല്ലോ, മുഅ്ജിസത്തിന്റെ കൈയല്ലേ, അത്ഭുതത്തിന്റെ കരങ്ങളല്ലേ. വെള്ളമില്ലാതെ വിഷമിച്ച സ്വഹാബത്തിന് ആ കൈവിരലിന്റെ ഉള്ളിൽ നിന്ന് ഹബീബായ തങ്ങൾ വെള്ളം കൊടുത്തതല്ലേ. ആ ശറഫാക്കപ്പെട്ട കൈ ഫലാലയുടെ മാറിടത്തിലേക്ക് അങ്ങ് വെച്ചപ്പോൾ ഫസകന ഖൽബുഹു, ഫലാലയുടെ മനസ്സ് ശാന്തമാവുകയാണ്. അതുവരെ നബിതങ്ങളോട് ഈർഷ്യതയും നബിതങ്ങളെ ആക്രമിക്കണം, വകവരുത്തണം എന്ന ചിന്തയോടുകൂടെ നിന്നിരുന്ന ഫലാലയുടെ മനസ്സ് കൂളാവുന്നു, മനസ്സ് ശാന്തമാകുന്നു. മനസ്സിൽ നിന്ന് നബിതങ്ങളോടുള്ള പക നീങ്ങിപ്പോയി. ഹബീബിനെ വധിക്കണമെന്നുള്ള ചിന്ത തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെയാവുന്നു. ഫമാ റഫഅ യദഹു അൻ സദ്രിഹി, നോക്കണം നിങ്ങൾ, അല്ലാഹുവിൻ്റെ ഹബീബ് ഫലാലയുടെ ശരീരത്തിൽ നിന്ന് തൻ്റെ കയ്യങ്ങ് വെച്ചിട്ട് എടുത്തപ്പോഴേക്ക് ഹത്താ സ്വാറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് അഹബ്ബ ഖൽഖില്ലാഹി ഇലൈഹി, ഫലാലക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയായി. അതുവരെ നബി തങ്ങളോടാണ് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടായിരുന്നത്.
അതുവരെ നബി തങ്ങളോടാണ് ഏറ്റവും വലിയ ദേഷ്യമുണ്ടായിരുന്നത്. അല്ലാഹുവിൻ്റെ ഹബീബ് തൻ്റെ ഷറഫാക്കപ്പെട്ട കൈ തൻ്റെ മാറിടത്തിൽ വെച്ചങ്ങ് എടുത്തപ്പോഴേക്ക് അല്ലാഹുവിൻ്റെ ഹബീബ് ഫളാലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയായി മാറി. മനസ്സിൽ നബി തങ്ങളോടുള്ള ബഹുമാനം വർദ്ധിച്ചു, സ്നേഹം വർദ്ധിച്ചു വന്നു. ഫറജഅ ഫളാലതു ഇലാ അഹ്ലിഹി. അങ്ങനെ ഫളാല തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ പോകുന്ന വഴിയിൽ ഒരു സ്ത്രീയെ കാണുകയാണ്. സാധാരണ ആ സ്ത്രീയെ കാണാറുണ്ട്, അവളുമായി കുറെ കമൻ്റ് അടിക്കാറുണ്ട്, വർത്തമാനം പറഞ്ഞ് നിൽക്കാറുണ്ട്. ആ സമയത്ത് തിരിച്ചു പോകുമ്പോൾ ആ സ്ത്രീയെ കാണുന്നു. ആ സ്ത്രീ സംസാരിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഫളാല പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ നിന്നോട് വർത്തമാനം പറയ